ഓം അഗത്തീശ്വരായിരുന്നു. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയ് ഗുരുക്കൾ. നക്ഷത്രത്തിന്റെ സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡീപ്പായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ നക്ഷത്രത്തിന്റെ സ്വഭാവവും ഓരോ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എങ്ങനെയായിരിക്കും, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ആദ്യം മുതലുള്ള വീഡിയോകൾ കാണാം. ഒരു 50 വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിലായിരിക്കും അതൊക്കെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മുഹൂർത്തം എടുക്കാനും ചില പ്രത്യേക വ്യക്തികളെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടാനൊക്കെ ആയിട്ട് ഇപ്പൊ പറയുന്ന ടിപ്സ് ഉപയോഗിക്കാം. ഇന്ന് നോക്കാൻ പോണത് ഉടലറ്റ നക്ഷത്രങ്ങളെ പറ്റിയാണ്. ഉടലറ്റ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രം, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മുന്നേ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു നക്ഷത്രം എന്ന് പറയുന്നത് വേദിക് അസ്ട്രോളജി പ്രകാരം ഒറ്റ നക്ഷത്രമല്ല, ഒറ്റ സ്റ്റാർ അല്ല, നമ്പർ ഓഫ് സ്റ്റാർസ് കൂടി ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് 30 ഡിഗ്രിക്കകത്ത് 2.25 നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് 2.25 അല്ല, 5, 6, 8 ഓരോ രാശിയുടെ പ്രത്യേകത അനുസരിച്ച് നമ്പേഴ്സ് കൂടാം. അതായത് ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ നക്ഷത്രം ഉണ്ട് എന്ന് എടുക്കണം. അതുകൊണ്ട് അത് ഒരു രാശിയുടെ 30 ഡിഗ്രി വരുമ്പോൾ അത് ഖണ്ഡിക്കപ്പെടും, മുറിക്കപ്പെടും. അപ്പോൾ തലയേറ്റ നക്ഷത്രം നമ്മൾ പഠിച്ചു, അതിന്റെ പ്രത്യേകതകൾ. വാലറ്റത്ത് പഠിച്ചു. ഇതിപ്പോ നമ്മൾ നോക്കാൻ വേണം ഉടലറ്റ നക്ഷത്രം. ഏതൊക്കെയാണ് ഉടൽ അറ്റത്, ഇതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നോക്കാം. ഉടലറ്റ നക്ഷത്രങ്ങൾ ആണ് മകീരം, ചിത്ര, അവിട്ടം. മകീരം അതായത് മൃഗശീർഷം എന്ന് പറയും, മാനിന്റെ തല. ചിത്ര, അവിട്ടം, അവിട്ടത്തിനെ ശ്രവിഷ്ട എന്ന് പറയും. ഇപ്പൊ ശ്രവിഷ്ട നക്ഷത്രം, മൃഗശീർഷ നക്ഷത്രം, ചിത്തിര നക്ഷത്രം, ഈ 3 നക്ഷത്രങ്ങൾ ഉടലറ്റതാണ്. ഇത് ആരുടെ നക്ഷത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാൻ പറഞ്ഞ കമന്റ് അടിക്കാം. ഈ നക്ഷത്രം ഉടലറ്റാണെന്ന് പറയാൻ കാര്യം എന്താ, കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നക്ഷത്രങ്ങള് ഉടൽ അറ്റെന്ന് പറയാൻ കാര്യം, അര വീതമാണ് ഇത് മുറിയുന്നത്. ഈ വൃഷഭ രാശിക്കും മിഥുന രാശിക്കും ഇടയില് ഇപ്പൊ കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിന്റെ അര, തിരുവാതിര, പുണർന്ന മുക്കാല്. ഇവിടെ അര വെച്ചത് മുറിഞ്ഞു, അരഭാഗം വെച്ച് കട്ടായി. മകീര നക്ഷത്രം. ചിത്തിര നക്ഷത്രം അടുത്തതാണ്. ചിത്തിര നക്ഷത്രം ഉത്രം മുക്കാല്, അത്തം, ചിത്രയിലാര, ചോതി, വിശാഖമുക്കാല്. ഇവിടെയും ചിത്തിര ഉണ്ടായിട്ട് മുറിഞ്ഞു. അവിട്ട നക്ഷത്രം ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഇവിടെയും അവിട്ടത്തര, ചതയം, പൂറ്റാതി മുക്കാല്. അപ്പൊ ഇവിടെയും അവിട്ടം മുറിഞ്ഞു. അര വെച്ച് മുറിയ നക്ഷത്രം എന്ന് പറയും. ഈ നക്ഷത്രങ്ങൾ അര വെച്ച് മുറിഞ്ഞ കാരണം വേറൊരു പ്രശ്നമുണ്ട്. മിക്കവാറും അപവാദങ്ങൾ കേൾക്കാനായിട്ട് സാധ്യത കൂടിയ നക്ഷത്രമാണ്. അരഭാഗം വെച്ച് നക്ഷത്രം മുറിയുക എന്ന് പറഞ്ഞാൽ ഇതിനൊരു ലോജിക്ക് പഴയ ആളുകൾ പറഞ്ഞാണ്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, പ്രത്യേകിച്ച് പെൺപിള്ളേരാണെങ്കിൽ മകീരം, ചിത്ര, അവിട്ടത്തിലുള്ള പെൺപിള്ളേര് ശ്രദ്ധിക്കണം. ദശ വരുമ്പോഴും നോക്കിക്കോ, ചൊവ്വാദശ കഴിഞ്ഞിട്ട് രാഹുദശ വരുന്നത് ഇവർക്ക് കൗമാര പ്രായത്തിലായിരിക്കും. പ്രണയ ബന്ധങ്ങളിലൊക്കെ പെട്ട് പലതരത്തിലുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത ഈ നക്ഷത്രങ്ങൾക്കുള്ള. കാരണം അരയാണ് അവിടെ മുറിഞ്ഞിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരെ അര മുറിഞ്ഞിരിക്കുന്ന നക്ഷത്രം ആയതുകൊണ്ട് പല അപവാദങ്ങൾക്കും സാധ്യതയുണ്ടെന്നുള്ളത് ഒരു ബലമുണ്ട്. ശ്രദ്ധിക്കണമെന്ന് മാത്രം. എല്ലാവർക്കും വന്നൊന്നില്ല. കാരണം 7ാം ഭാവം എടുത്ത് നോക്കുക. ആ 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലാണ് കൂടുതൽ കുഴപ്പം വരിക. അപ്പൊ മകീരം, ചിത്ര, അവിട്ട നക്ഷത്രം, അരയേറ്റ നക്ഷത്രം. ഈ നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് ഒരു കാര്യം നേടാനായിട്ട് പോകുമ്പോഴത്തേക്കും പകുതി വരെയായിട്ട് ആ കാര്യം നിന്നു പോകുന്ന അവസ്ഥ വന്നേക്കാം. ഹാഫ് സ്റ്റേജിൽ നിന്ന് പോകും. അപ്പൊ അവിടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അത് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ലാഗ് അനുഭവിച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് തുടരും. പലപ്പോഴും ഈ നക്ഷത്രക്കാര് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും പല സ്കൂളുകളിൽ പഠിക്കേണ്ട അവസ്ഥ വരാം, പല സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ട അവസ്ഥയൊക്കെ വരാം. അപ്പോൾ പകുതി സ്റ്റേജിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ നക്ഷത്രങ്ങളുടെ അവിട്ടം ഒഴിച്ച് ബാക്കി മകരവും ചിത്രയും നല്ല കാര്യങ്ങൾക്ക് എടുക്കാറുണ്ട്. അപ്പൊ എന്നാലും ചില കാര്യങ്ങള്
ചെയ്യുന്ന സമയത്ത് പകുതിയിൽ നിൽക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ചെയ്യണമെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പൊ ഒരു കിണർ കുത്തുന്ന സമയത്ത് തലയില്ലാത്ത നക്ഷത്രം എടുത്താലും കുഴപ്പമില്ല. ഈ ഉടലറ്റ നക്ഷത്രം, ശരീരം പകുതിയായിട്ട് ഇതാവുന്ന നക്ഷത്രം എടുത്താൽ ചിലപ്പോൾ പകുതി സ്റ്റേജിൽ വല്ല പാറ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് കുഴപ്പങ്ങൾ വന്നേക്കാം. ഇത് മുഹൂർത്തം എടുക്കുന്ന സമയത്ത് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇതല്ലാതെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കും ഒരു കാര്യത്തിൽ പകുതിയാക്കി ഇടുക എന്നുള്ളൊരു കാര്യം വരും. ആ സമയത്ത് അവരെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ മുന്നേറുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ 3 ക്ലാസ്സിലായിട്ട് കാലറ്റ നക്ഷത്രം, തലയറ്റ നക്ഷത്രം, ഉടലറ്റ നക്ഷത്രം, ഇതിന്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചു. പിന്നെ നമ്മളുടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള നക്ഷത്രത്തില് കാലറ്റ നക്ഷത്രം, ഉടലറ്റ നക്ഷത്രം, തലയറ്റ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളതാണെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ അവരെ നിങ്ങൾ അവരുടേതായ വിധത്തിൽ സപ്പോർട്ട് ചെയ്യുകയും വേണം. ആ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ആക്കുകയും വേണം. ഇതിനെ കുറിച്ച് കൂടുതൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നക്ഷത്രം ആരുടെ നക്ഷത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഏത് ഗ്രഹത്തിന്റെ ആണെന്നുള്ളത് അറിയില്ല, നിങ്ങൾ കമന്റ് ചെയ്യുക. അതൊക്കെ മുന്നേ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പോകാതിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ വീഡിയോ ആണ് ആദ്യം കാണണമെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യശിവായ.